+1 കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 10 ഇന്റേണൽ ട്രേഡ് ആണ്. ഇന്റേണൽ ട്രേഡിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ലൈവ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഒക്കെ ഇരുന്ന് കാണുക. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ലൈവ് സെഷൻസ് പോയിട്ടുള്ളത്. ഇതിപ്പോൾ വൺ ഷോട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചടപടി എന്ന് പറഞ്ഞ് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്, ഇന്റേണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ട്രേഡ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തിൻ എ കൺട്രി, അല്ലെ, ഒരു രാജ്യത്ത് തന്നെ നടക്കുന്ന ആ ഒരു ട്രേഡിനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഇന്ത്യയിൽ തന്നെ ഉള്ള രണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്തെന്ന് വെച്ചോളൂ. എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ തന്നെയാണെങ്കിൽ അതിനെ നമുക്ക് ഇന്റേണൽ ട്രേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദി പേയ്മെന്റ് ഇസ് മെയ്ഡ് ഇൻ ദെയർ ഓൺ ഇൻ നാഷണൽ കറൻസി. ഇൻ ഇന്റേണൽ ട്രേഡ് ട്രേഡർ ക്യാൻ യൂസ് എനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡും ഉണ്ട്. എന്താണ് ഹോൾസെയിൽ ട്രേഡ്, എന്താണ് റീറ്റെയിൽ ട്രേഡ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 2 to 3 മാർക്സിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് മീൻസ് ബൈങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അല്ലെ, സാധനങ്ങൾ ലാർജ് ആയിട്ടായിരിക്കും വാങ്ങിക്കുന്നത് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും അവർ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പം നമുക്കറിയാം ചില ഹോൾസെയിൽ കടയിലൊക്കെ ചെല്ലുമ്പോൾ 1-2 ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല, ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങളെ കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ലാർജ് ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്നവരെയാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഹോൾസെയിലർ ആക്ട് ആസ് എ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ റീറ്റെയിലർ. റീറ്റെയിലറും പ്രൊഡ്യൂസറും തമ്മിലുള്ള ഒരു നടുക്കത്തെ ഒരു മിഡിൽ മെൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയും റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നവരുടെയും നടുക്ക് നിൽക്കുന്ന ആളാണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. റീറ്റെയിലറും ഹോൾസെയിലറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. എന്താണെങ്കിലും ഒരു 3 to 4 മാർക്സിന് നമുക്കത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ഉള്ളതൊന്നും കളയരുത്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുമ്പോൾ തന്നെ റീറ്റെയിലർ ആരാണ്, ഹോൾസെയിലർ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് ഡയറക്ട്ലി ടു ദ കൺസ്യൂമേഴ്സ്, കൺസ്യൂമറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുന്നവരാണ്. ഹോൾസെയിലർ എന്ന് പറയുന്നത് സെൽസ് ടു എ ബിസിനസ് ഫോർ റീസെല്ലിംഗ്, അല്ലെ, വേറൊരു റീറ്റെയിലറിൻ്റെ കയ്യിൽ കൊടുത്ത് അത് കൺസ്യൂമറിലേക്ക് എത്തിക്കാനാണ് ഹോൾസെയിലേഴ്സ് നോക്കുന്നത്. മേ മാനുഫാക്ചർ ദ ഗുഡ്സ് മേ സെൽ ഇൻ സ്മോളർ എമൗണ്ട്സിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്, ഹോൾസെയിലർ ലാർജ് എമൗണ്ടിലായിരിക്കും. മേ പർച്ചേസ് സ്മോൾ ക്വാണ്ടിറ്റി ഫ്രം ഹോൾസെയിലേഴ്സിൽ നിന്ന് സ്മോളർ ക്വാണ്ടിറ്റി ആയിരിക്കും റീറ്റെയിലേഴ്സ് വാങ്ങിക്കുന്നത്. ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ലാർജർ ക്വാണ്ടിറ്റി ആയിരിക്കും വാങ്ങിക്കുന്നത്. മാർക്കപ്പ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹയർ ടു ഏൺ എ പ്രോഫിറ്റ്, ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയാണ് റീറ്റെയിലർ നോക്കുന്നത്. ഹോൾസെയിലർ എന്ന് പറയുന്നത് ടിപ്പിക്കലി റിക്വയർ ബൾക്ക് എമൗണ്ട്സ്, അല്ലെ, അല്ലെങ്കിൽ ബൾക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒന്ന് നോക്കുക. നമ്മുടെ ഹോൾസെയിലറിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ബൈയിങ് ആൻഡ് അസംബ്ലിങ്, വാങ്ങിക്കുകയും അത് അസംബിൾ ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഹോൾസെയിലറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ദ ബൾക്കായിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് വാങ്ങിച്ച് അത് കുറച്ച് ചെറിയ സെറ്റുകളാക്കി മാറ്റി റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതും നമ്മുടെ ഹോൾസെയിലർ തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതും റിസ്ക് ബെയർ ചെയ്യുന്നതും ഒക്കെ കൂടുതലും നമ്മുടെ ഹോൾസെയിലർ തന്നെയായിരിക്കും. കാരണം അവർ വാങ്ങിച്ചു വെക്കുന്ന ബൾക്കായിട്ടായിരിക്കും. ഒരു ട്രെൻഡ് അവിടെ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വാങ്ങിച്ചു വെച്ചൊക്കെ വെറുതെ വേസ്റ്റ് ആവും. പിന്നെ ഫിനാൻസിങ് ഉണ്ട്, മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹോൾസെയിലർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഓഫ് ഹോൾസെയിലർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്താണ്? പ്രൊവൈഡ് റെഡി മാർക്കറ്റ്സ്. ഹോൾസെയിലർ ആർക്കാണ് കൊടുക്കുന്നത്? പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന കുറച്ച് സർവീസുകളാണ് നോക്കുന്നത്. അവർക്ക് റെഡി മാർക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് ഇവിടെ പറയുന്നത്? Wholesaler receives the product from the botheration of finding buyers of his goods. In the absence of wholesaler, the producer has to deal with the numerous retailers. This is more complex and time consuming process, അല്ലെ. അപ്പം ഇവര് ഈ ഒരു ഹോൾസെയിലർ ആണ് റീറ്റെയിലേഴ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, അല്ലെ, വെയർ ഹൗസിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹോൾസെയിലേഴ്സ് ആയിരിക്കും. പ്രൊവൈഡ് ഫിനാൻസ്, അല്ലെ, നേരത്തെ അവർക്ക് പൈസ കൊടുത്തു, പ്രൊഡ്യൂസേഴ്സിന് നേരത്തെ പൈസ കൊടുത്തു, അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് വേറെ ഫണ്ട് തപ്പി പോകേണ്ട ആവശ്യമില്ല, അവർക്ക് ആ സാധനം അങ്ങ് ചെയ്തു കൊടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ട്, അതായത് ഹോൾസെയിലർ ബൈസ് ഗുഡ്സ് ഇൻ ബൾക്ക് ആൻഡ് ദെയർബൈ എനേബിൾസ് ദ മാനുഫാക്ചർ ടു ക്യാരി ഓൺ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അല്ലെ. അപ്പം അവർ ബൾക്കിൽ തന്നെ സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് സാധിക്കും. മാർക്കറ്റ് ഇൻഫർമേഷൻ റീറ്റെയിലേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ആരാ? നമ്മുടെ ഹോൾസെയിലർ ആണ്. സർവീസ് ടു റീറ്റെയിലറിന് കൊടുക്കുന്ന സർവീസുകൾ, നമ്മൾ ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുന്ന സർവീസ് എന്താണ്? പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി, അല്ലെ, അവർക്ക് സാധനം കൊടുത്തിട്ട് പിന്നെ പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറയുന്നു. വെയർ ഹൗസിംഗ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. റിസ്ക് ബെയറിംഗ്, അല്ലെ, റീറ്റെയിലേഴ്സിന് ഇച്ചിരി സാധനം വെച്ച് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും.
പക്ഷെ ഹോൾസെയിലർ അങ്ങനെയാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൾക്കായിട്ടായിരിക്കും സാധനം ഇരിക്കുന്നത്. ഇപ്പോൾ റിസ്ക് കൂടുതൽ ഹോൾസെയിലറിനും നമ്മുടെ കുറവ് വരുന്നത് റീറ്റെയിലറിനുമാണ്. എക്സ്പേർട്ട് അഡ്വൈസസ് നമ്മുടെ ഹോൾസെയിലറിന് കൊടുക്കാനായിട്ട് സാധിക്കും. സോഴ്സ് ഓഫ് റെഡി സപ്ലൈ, ഒരു സാധനം തീരുന്ന ഉടനെ റീറ്റെയിലേഴ്സിന് പോയി ഹോൾസെയിലറിന് എടുത്ത് ചോദിച്ചാൽ സാധനം കിട്ടുന്നതായിരിക്കും. ഇൻഫോർമേഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്, പുതിയ പ്രൊഡക്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ റീറ്റെയിലേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് റീറ്റെയിൽ ട്രേഡ് വരുന്നത്. റീറ്റെയിൽ ട്രേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. റീറ്റെയിലർ ബൈ ഗുഡ്സ് ഫ്രം ഹോൾസെയിലർ ആൻഡ് സെൽസ് ദം ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അല്ലെ, കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന ആൾക്കാരാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർ ആരിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്? ഹോൾസെയിലറിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോൾസെയിലറും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സും തമ്മിലുള്ള നടുക്ക് നിൽക്കുന്ന ഒരു മിഡിൽമെൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നത് റീറ്റെയിലർ ആണ് എന്നാണ് പറയുന്നത്. ഫങ്ഷൻസ് ഉണ്ട്, ഗുഡ്സ് അസംബിൾ ചെയ്യുക, കൺവേർട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺവീനിയൻ ലൊക്കേഷൻസ് ഉണ്ട്, കൺവേർട്ടിംഗ് അല്ല, കൺവീനിയൻ ലൊക്കേഷൻസ് ഉണ്ട്. അതായത് ഈ റീറ്റെയിൽ ഷോപ്സ് ഒക്കെ കൂടുതലും ആൾക്കാരൊക്കെ വരുന്ന ആ ഒരു സ്ഥലങ്ങളിലായിരിക്കും, ലൊക്കേഷൻ വെച്ചായിരിക്കും അവർ കടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഹോൾസെയിലറിന് അങ്ങനെ ലൊക്കേഷൻ ഒരു ബാധകമാകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, യെസ്. പേഴ്സണൽ സെല്ലിംഗ് ആണ് നമ്മുടെ റീറ്റെയിലിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഹോൾസെയിലർ അങ്ങനെയല്ല, പക്ഷേ റീറ്റെയിലിൻ്റെ കേസിൽ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. കാരണം സെയിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് ഡയറക്റ്റ് ഡീലിങ്സ് ഉള്ളത് കൊണ്ടാണ്. പ്രൊവൈഡ് മാർക്കറ്റ് ഇൻഫർമേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താണ്? ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നു. വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കയ്യിൽ പൈസ അല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ എന്ത് റിസ്ക് ബെയർ ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലേ. അപ്പം ഇവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ സർവീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് ഓഫ് റീറ്റെയിലേഴ്സ്, അപ്പോൾ ഇവിടെ പറയുന്നത് സർവീസ് ടു മാനുഫാക്ചറും ഉണ്ട്, സർവീസ് ടു കൺസ്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ റീറ്റെയിലേഴ്സ് നമ്മുടെ മാനുഫാക്ചറേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന കുറച്ച് സർവീസുകൾ എന്താണെന്ന് നോക്കിക്കേ. റെഡി മാർക്കറ്റ്സ്, അവർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തോളൂ, ഞങ്ങളത് വാങ്ങിക്കാനായിട്ട് റെഡിയാണ്, ആൾക്കാരിലേക്ക് ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഒരു റെഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോപ്പുലറൈസ് ന്യൂ പ്രൊഡക്ട്സ്, പുതിയ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ അറിയോ? ഇല്ല, അത് റീറ്റെയിലേഴ്സ് വേണം പറഞ്ഞറിയാൻ വേണ്ടി. പ്രൊവൈഡിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ, ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, ആൾക്കാരുടെ പൾസ് അറിഞ്ഞ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. സെയിൽസ് പ്രൊമോഷൻ അല്ലെ, ആൾക്കാർ വരുമ്പോഴത്തേക്ക് പുതിയൊരു സാധനത്തിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഒരു സർവീസാണ്. പിന്നെ സർവീസ് ടു കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ റെഡി ഓൺ സ്റ്റോക്ക്, അവർ ചോദിക്കുന്ന ഉടനെ സാധനങ്ങൾ സ്റ്റോക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. സെലക്ഷൻ ഓഫ് ഗുഡ്സ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ന്യൂ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ അല്ലെ, പുതിയ പ്രൊഡക്ട്സ് വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ പരിചിതരാക്കുന്നു. ഫ്രീഡം ടു ബൈ സ്മോൾ ക്വാണ്ടിറ്റീസ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനം വാങ്ങിക്കാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് ഫെസിലിറ്റി, വരുന്ന ആൾക്കാർക്ക് ഇപ്പം തരാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് ചോയ്സസ് അല്ലെ, പല ടൈപ്പ് ഓഫ് ചോയ്സസ് നമുക്കുണ്ട്. റീറ്റെയിലേഴ്സ് കീപ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സ്. ഒരേ പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്? അല്ല, ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പല തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്ലാസ്സുകളിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കാതെ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പോവരുത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റീറ്റെയിലേഴ്സ്. ഒന്ന് ഇറ്റിനറന്റ് ട്രേഡേഴ്സും ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും ഉണ്ട്. അതായത് ഇവിടെ കണ്ടിരിക്കുന്നതുണ്ടല്ലോ, ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സും ഉണ്ട്, ട്രേഡേഴ്സും ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സും ഉണ്ട്. ഓക്കെ, ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവർക്ക് സ്വന്തമായി ഫിക്സഡ് ആയിട്ടൊരു ഷോപ്പില്ല, അവരിങ്ങനെ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിറ്റ് നടക്കുന്ന ആൾക്കാരെയാണ് ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കടലൊക്കെ വിറ്റ് നടക്കുന്നവരും ബലൂണൊക്കെ കൊടുക്കുന്ന ആൾക്കാരുമാണ് ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അവരിലും താഴോട്ട് നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഹോക്കേഴ്സ് ഉണ്ട്, പെഡലേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ട്രേഡേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് ജാക്സ് ഉണ്ട്, ചീപ്പ് ജാക്സ് ഉണ്ട്. ഓക്കെ, സ്ട്രീറ്റ് ട്രേഡേഴ്സും ചീപ്പ് ജാക്സും ഉണ്ട്. അപ്പോൾ ഹോക്കേഴ്സ് പെഡലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സൈക്കിളൊക്കെ ചവിട്ടി പച്ചക്കറിയൊക്കെ വിറ്റ് നടക്കത്തില്ലേ, അവരെയാണ്. മാർക്കറ്റ് ട്രേഡേഴ്സ് ഉണ്ട്, ജസ്റ്റ് മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പെട്ടിക്കട പോലത്തെ സംഭവങ്ങളൊക്കെ കാണാമല്ലോ. അതുപോലെ തന്നെ സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഉണ്ട്, സ്ട്രീറ്റിലൂടെ. അപ്പം അവരൊരു ദിവസം അവിടെ നിൽക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അവിടെ തന്നെ കാണണമെന്നില്ല. ചീപ്പ് ജാക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. എന്താണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്? അപ്പം പേര് പോലെ തന്നെ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കട കാണും. നേരെ ഇറ്റിനറന്റ് പോലെ ഇങ്ങനെ ഓടി നടന്നൊന്നും അവർ വിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്, അവിടെ തന്നെ അവർക്ക് വിൽക്കാം. അതുകൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ പറയും ഈ ബീച്ചിൽ പോയപ്പോൾ വാങ്ങിച്ചതാ, പക്ഷെ ആ പുള്ളി ഇനി അവിടെ തന്നെ ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്, അവർക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല.
ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഉണ്ട്. ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. പല ക്ലാസ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇറ്റിനറന്റ് ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും ഇതിന് ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുമ്പോൾ തന്നെ രണ്ടിൻ്റെയും ആ ഒരു എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. ഓക്കെ, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 distinct type of based on their size. ഫിക്സഡ് ഷോപ്പ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വീട്ടിലൊക്കെ പോയി എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന കടകളുണ്ടല്ലോ. ജനറൽ സ്റ്റോഴ്സ് ആർ മോസ്റ്റ്ലി കോമൺലി ഫൗണ്ട് ഇൻ ലോക്കൽ മാർക്കറ്റ് ആൻഡ് ദേ ജനറലി ഡീൽ ഇൻ ലാർജ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ നീഡ്സ്. അല്ലേ, നമ്മുടെ ഡേ ടു ഡേ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പോലത്തെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോഴ്സിനെയാണ് ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സാധനം മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ഈ മെഡിക്കൽ ഷോപ്സ് ഒക്കെ പോലത്തെ സംഭവങ്ങൾ. ഇറ്റ് ഡീൽസ് ഇൻ വൺ ലൈൻ ഓഫ് ഗുഡ്സ് ലൈക്ക് എക്സാമ്പിൾ മെഡിക്കൽ സ്റ്റോഴ്സ്, ക്ലോത്ത് സ്റ്റോർ, ബുക്ക് ഷോപ്പ്, ജ്വല്ലറി ഷോപ്സ് എക്സെട്ര. ഒരു ജ്വല്ലറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തുണി കിട്ടുമോ? ഇല്ല, അവിടെ ആ ഒരു സാധനം മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മാല, കമ്മൽ, വള അങ്ങനത്തെ സാധനങ്ങൾ, ഗോൾഡ് മാത്രമേ കിട്ടത്തുള്ളായിരിക്കും. സ്പെഷ്യാലിറ്റി ഷോപ്സ് ഉണ്ട്. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് ബിക്കം വെരി പോപ്പുലർ ഇൻ urban areas and specialty shops specialize in a single product of a certain line. അതായത് ഇവിടെ പറയുന്നത് എക്സാമ്പിൾ പറയുന്നത് കിഡ്സ് വെയർ അല്ലെ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. മെൻസ് വെയർ വലിയ ആൾക്കാരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ആൺപിള്ളേരുടെ ഡ്രസ്സുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് കോളേജ് ബുക്സ് ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ബുക്ക് ആയിട്ട് ആ സാധനങ്ങൾ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ഒരു സിംഗിൾ ലൈൻ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും അവിടെ കിട്ടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ബുക്സ് ഓർ ഗാർമെന്റ്സ് എല്ലാം കിട്ടുന്നതിന് പകരം ഒരു സാധനം മാത്രം കിട്ടുന്നതിനെയാണ് സ്പെഷ്യാലിറ്റി ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? സ്പെഷ്യാലിറ്റി ഷോപ്പ് അല്ലാതെ സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി ഷോപ്പ് അല്ലെങ്കിൽ ഡ്രസ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാത്രം കിട്ടുന്നത്. ഇത് കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരുടെ സാധനങ്ങളാണ് കിട്ടുന്നത് എന്ന സംഭവങ്ങളും ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ വരുന്നതാണ് സ്ട്രീറ്റ് ഷോപ്പ്. അത് നോർമലി നമ്മൾ ഓരോരുത്തരും പോകുമ്പോഴത്തേക്ക് ഇപ്പം കോഴിക്കോടാണെങ്കിൽ നമുക്ക് മിഠായി തെരുവ്, നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ ബ്രോഡ്വേ, അങ്ങനത്തെ ഇങ്ങനെ സ്ട്രീറ്റുകളിലുള്ള ഷോപ്പുകളുണ്ടല്ലോ, അതിനാണ് സ്ട്രീറ്റ് ഷോപ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലങ്ങളിലായിരിക്കും ഈ സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ കൂടുതലുള്ളത്. സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നോക്കിക്കേ, ദീസ് റീറ്റെയിലേഴ്സ് ഡീൽ ഇൻ സെക്കൻഡ് ഹാൻഡ് ഓർ യൂസ്ഡ് ഗുഡ്സ്. ഓക്കെ, ഇപ്പൊ യൂസ്ഡ് ഗുഡ്സ് ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്ത്, ബുക്ക് ആയിക്കോട്ടെ, ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, കാർ, ക്ലോത്ത്സ്, ഇതൊക്കെ നമ്മൾ OLX-ലൊക്കെ കാണാറില്ലേ? അതിനെയാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഗുഡ്സ് അല്ല, പക്ഷെ ചില ഡിഫെക്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, മാനുഫാക്ചറിങ് ഡിഫെക്ട്സ് ഒക്കെ ഉള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നതിനെയാണ് സെക്കൻഡ് ഷോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ഓപ്പറേഷൻ ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ദ മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലർ ആർ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് ഉണ്ട്, മെയിൽ ഓർഡർ ഹൗസസ് ഉണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്, വെൻഡിങ് മെഷീൻസ്, ഈ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് വെൻഡിങ് മെഷീൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെൻഡിങ് മെഷീൻ എന്താണെന്ന്. അപ്പം ചെയിൻ സ്റ്റോഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതും എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് കാണും. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഇസ് എ ലാർജ് retail organization offering a wide varieties of product classified into well-defined departments ആയിട്ട് തിരിച്ചിട്ടുണ്ട്. aimed at satisfying every consumers അല്ലെങ്കിൽ customers need in one roof. ഒരു റൂഫിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അല്ലെ. ഡിറ്റർജൻറ്റ് വേണമെങ്കിൽ അത് കിട്ടും, സ്നാക്സ് വേണമെങ്കിൽ അത് കിട്ടും, ഡ്രസ്സ് വേണമെങ്കിൽ അത് കിട്ടും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഉള്ളതിനെയാണ്, അതായത് എല്ലാ സാധനങ്ങളും ഒരു വൺ റൂഫിൽ തന്നെ നമുക്ക് കിട്ടുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കി പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇപ്പോൾ ഇതിനകത്തൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. അടുത്തതാണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ KFC അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് ഒക്കെ നമ്മൾ കാണുന്നത്. എന്താണ്? പല ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാം അല്ലെ. കോട്ടയത്ത് തന്നെ കുറേ KFC-കളുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ഒരുപാട് KFC അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് നോക്കുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മിനിമം 3 പോയിന്റെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. എല്ലാത്തിൻ്റെയും മിനിമം 3 പോയിന്റെങ്കിലും പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും മൾട്ടിപ്പിൾ ഷോപ്സും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സിന്റെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്നും എന്താണ് മൾട്ടിപ്പിൾ ഷോപ്സ് എന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അടുത്തതാണ് മെയിൽ ഓർഡർ ബിസിനസ്. മെയിൽ ഓർഡർ ബിസിനസ് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടയായിട്ടൊന്നും അല്ലായിരിക്കും, അവരത് കീപ്പ് ചെയ്യുന്ന ഒന്നി അവരുടെ ചെറിയൊരു റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ വല്ലോ ആയിരിക്കും. പക്ഷെ അവര് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ TV ഒക്കെ ഓൺ ആക്കുന്ന സമയത്ത് നാപ്തോളിന്റെ പരസ്യമൊക്കെ വരത്തില്ലേ, അപ്പം അതിൻ്റെ അകത്ത് എന്താണ് അവർ പറയുന്നത്, ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് സാധനം അയച്ചു തരും എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മെയിൽ ഓർഡർ ബിസിനസിന്റെയും ഇതുപോലെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ പഠിച്ച പോലെ തന്നെ കോപ്പറേറ്റീവ് സ്റ്റോറുകളുണ്ട്. അത് മിഡിൽ മെൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ മെമ്പേഴ്സിന് സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോക്കി പോകുക. മിനിമം 3 പോയിന്റ് പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തതാണ് സൂപ്പർ ബസാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ്. നമ്മൾ ഈ ഡി മാർട്ട്, ബിഗ് ബസാർ, ജിയോ മാർട്ട് ഒക്കെ കാണത്തില്ലേ, മോറൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അടുത്തുണ്ട് അല്ലെ. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബസാർ എന്നറിയപ്പെടും. ഇറ്റ് ഇസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ മോർ അട്രാക്റ്റീവ് ടു കൺസ്യൂമേഴ്സ് ബിക്കോസ് വൈഡ് വെറൈറ്റി, ലോ പ്രൈസ് ആൻഡ് സെൽഫ് സർവീസ് അല്ലെ. നമ്മൾ തന്നെയാണ് പോയി എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് മോറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇന്ന് 10% ഓഫ് ഉണ്ട് അല്ലെങ്കിൽ 100 rupees ഓഫ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പം അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അതെന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. അടുത്തതാണ് വെൻഡിങ് മെഷീൻ. അവസാനത്തെ പോയിന്റ് ആണ് വെൻഡിങ് മെഷീൻ. എന്താണ് വെൻഡിങ് മെഷീൻ? വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കോയിൻസോ അല്ലെങ്കിൽ പൈസയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ QR ഒക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ പാക്ഡ് പ്രൊഡക്ട്സ് കാണും, ഒരു ചില്ലിട്ട ഒരു പെട്ടി പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മളിത് പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സാധനം അവൈൽ ചെയ്യാം. അത് മോസ്റ്റ്ലി എന്താണ്, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ക്യാൻഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പിന്നെന്താണ് പാക്ഡ് ഗുഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ATM കൗണ്ടേഴ്സിനെ നമുക്ക് വെൻഡിങ് മെഷീൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ടിക്കറ്റ് ഇങ്ങനെ വെൻഡിങ് മെഷീൻ പോലത്തെ ഒരു സംഭവത്തിലൂടെ നമ്മൾ എടുക്കാറുണ്ട്. അതിനെയൊക്കെ നമുക്ക് വെൻഡിങ് മെഷീനായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. പിന്നെ അവസാനത്തെ ഒരു ചെറിയ ഭാഗം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി പറയുന്നുണ്ട്. GST എന്നറിയപ്പെടും. അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് 1 nation 1 tax എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് July 1st, 2017 ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ചടപടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫീച്ചേഴ്സും പിന്നെ ഫീച്ചേഴ്സ് ഒരു 4 എണ്ണം മിനിമം പഠിച്ചു വെക്കുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും 3 പോയിന്റ്സ് വെച്ച് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്ത് എഴുതാനായിട്ട് നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ടന്റ് അല്ലെങ്കിൽ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.